ഷാനി, ആദ്യം തന്നെ നമ്മളിത് ഈ ഇടതുപക്ഷം എന്ന് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പാടില്ല. ഇത് ഇടതുപക്ഷമല്ല, ഇതൊരു കപടപക്ഷമാണ്. ഇവിടെ ഇന്ന് LDFന്റെ യോഗം ചേരുന്നു. LDF ഇടതുപക്ഷമാണെന്നുള്ള ഒരു അവകാശപ്പെടുന്നത്. അത്തരം ഒരു യോഗം ചേരുമ്പോൾ അതിന്റെ അജണ്ടയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായിട്ടുള്ള ആഭ്യന്തര വകുപ്പിലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ADGP RSS നേതാക്കന്മാരുമായിട്ട് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ അത്തരമൊരു വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്താതെ യോഗം ചേർന്ന LDFനെ ഇടതുപക്ഷമെന്ന് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൽ ആത്മാഭിമാനം കുറച്ചെങ്കിലും അവശേഷിക്കുന്ന കക്ഷികളുടെ നേതാക്കന്മാർ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ആ യോഗത്തിൽ സംസാരിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനുശേഷം പുറത്തും സംസാരിക്കാനുള്ള ആർജവം കാണിച്ചിട്ടുണ്ട്. അത്തരം ആളുകളെ നമ്മൾ അംഗീകരിക്കുക കൂടി ചെയ്യണം. കാരണം ഇത്രയും വലിയൊരു ഏകാധിപതിയുടെ മുമ്പിൽ പോയി അഭിപ്രായം പറയാൻ ശേഷി കാണിച്ച ആ മനുഷ്യന്മാരെ നമ്മൾ അംഗീകരിക്കണ്ടേ? കാരണം CPM എന്ന് പറഞ്ഞ ഒരു പാർട്ടിയിലെ ഒരാൾ പോലും ആർജവത്തോടെ പിണറായി വിജയനെതിരെ സംസാരിക്കാൻ ധൈര്യം കാണിക്കാതിരിക്കുമ്പോൾ RJD പോലുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ പിണറായി വിജയനെതിരെ സംസാരിക്കുകയും ഈ വിഷയത്തിൽ നടപടിയെടുക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത്തരം മനുഷ്യരെ അഭിനന്ദിക്കാനായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം അവർക്കെങ്കിലും ഈ കേരളത്തിലെ പൊതുമനസാക്ഷിയുടെ അഭിപ്രായം പറയാൻ തോന്നുന്നുണ്ടല്ലോ. രണ്ടാമത്തത്, പിണറായി വിജയൻ ഒരു കാരണവശാലും ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്താൻ പറ്റില്ല. എന്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത്? ആ മാറ്റി നിർത്താൻ ഉപയോഗിക്കുന്ന കാരണങ്ങൾ, ആ കണ്ടെത്തുന്ന കാരണങ്ങളൊക്കെ P ശശിയെ മാറ്റി നിർത്താനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതേ കാരണങ്ങളുടെ പേരിൽ പിണറായി വിജയൻ തന്നെ സ്വസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരും. കാരണം ഒരു വർഷം മുമ്പ് നടന്ന ഈ രഹസ്യ കൂടിക്കാഴ്ചയെ കുറിച്ചിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. 12 ഉപദേശകരുള്ള മുഖ്യമന്ത്രിക്ക് 12 ദിവസമായിട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ മിണ്ടാൻ പറ്റുന്നില്ല. ഇത്തരം വിവാദങ്ങൾ വരുമ്പോഴൊക്കെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, കുറെ കാലങ്ങൾക്ക് ശേഷം മടിയിൽ കനമില്ലാത്തത് കൊണ്ട് ഭയമില്ലാന്ന്. ഈ മടിയിൽ കനമില്ലാന്ന് ഇടയ്ക്കിടയ്ക്ക് തള്ളുന്ന മനുഷ്യന്റെ വായിൽ പഴമാണ് കഴിഞ്ഞ 12 ദിവസക്കാലമായിട്ട്. അദ്ദേഹം RSSന്റെ ദാസപ്പനാണെന്ന് കേരളത്തിലെ CPMകാരടക്കം പറയുന്നു. ഇവിടെ ഭരണമുന്നണിയിൽപ്പെട്ട ഒരു MLA, അൻവറിനെ പോലെ ഒരു MLA പറയുക, എനിക്കൊക്കെ ജീവിക്കണമെങ്കിൽ തോക്ക് വേണമെന്ന്. ഭരണകക്ഷിയുടെ ഒരു MLAക്ക് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ തോക്ക് ലൈസൻസ് വേണമെന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട മനുഷ്യരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടത് ആരാണ് എന്നുള്ളതിന്റെ ഉത്തരം പറയേണ്ടത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയാണ്. ശ്രീ ജിൻഡോ ജോൺ, ഇതുവരെയും മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇപ്പോൾ ഈ സംരക്ഷണം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥവും ഒക്കെ കടന്നുപോയില്ലേ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട്? എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത മാത്രമല്ല, മുന്നണിയുടെ രാഷ്ട്രീയ വിശ്വാസ്യത, പാർട്ടിയുടെ രാഷ്ട്രീയ വിശ്വാസ്യത, ഇതൊക്കെ പ്രതിസന്ധിയിലാക്കിയും അജിത് കുമാറിനെ തൊടാനാകില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിനെ സംരക്ഷിക്കുക എന്നാണോ പറയേണ്ടത്? ഇതിന് സംരക്ഷണമെന്നല്ല ഷാനി അഡ്രസ് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ 7-7.5 വർഷക്കാലമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം, മാധ്യമങ്ങൾ, LDFലെ തന്നെ കക്ഷികൾ, CPMനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ, CPMന്റെ താഴെ തട്ടിലുള്ള പ്രവർത്തകരൊക്കെ പറയുന്നു കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഏറ്റവും മോശപ്പെട്ട വകുപ്പ് എന്ന് പറയാൻ ആഭ്യന്തര വകുപ്പാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും മോശപ്പേര്, ചീത്തപ്പേര് കേട്ടിട്ടുള്ള വകുപ്പ് പിണറായി വിജയന്റെ വകുപ്പായിരുന്നു. ബാക്കി എല്ലാ മന്ത്രിമാരെയും മാറ്റി നിർത്തിയപ്പോൾ ഏറ്റവും മോശം പേര് കേട്ട വകുപ്പിന്റെ മന്ത്രി വീണ്ടും ആ സ്ഥാനത്ത് തുടരുന്ന കാഴ്ച നമ്മൾ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴും കാണുന്നുണ്ട്. ഇവിടെ അന്നൊക്കെ പറഞ്ഞത് പിണറായി വിജയന്റെ അപ്പുറത്ത് RSSൽ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നു, പോലീസിൽ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നു, പോലീസിൽ നുഴഞ്ഞു കയറിയ RSSന്റെ സ്ലീപ്പർ സെല്ലാണ് ഇതൊക്കെ നടത്തുന്നത്. പിണറായി വിജയൻ ഇതൊന്നും അറിയാത്ത ആളാണെന്നാണ്. പക്ഷെ ഞാൻ ഇന്ന് ഉറപ്പിക്കുന്നു, പിണറായി വിജയൻ ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ്, അദ്ദേഹത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ്, അദ്ദേഹത്തിന്റെ ദൂതനായിട്ടാണ് ADGP MR അജിത് കുമാർ RSSന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ പോയി കണ്ടത്. കാരണം മറ്റാരും അറിയുന്നതിന് മുമ്പ് MR അജിത് കുമാർ പോയ കാര്യം പിണറായി വിജയൻ അറിഞ്ഞിട്ടുണ്ട്. 15 മാസക്കാലമായിട്ട് അദ്ദേഹം മൂടി വെച്ചല്ലോ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പോലും അറിയുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത്രത്തോളം ഗോപ്യമായിട്ട് ഇത്തരം ബന്ധങ്ങൾ സൂക്ഷിക്കാൻ പിണറായി വിജയനും RSS നേതാക്കന്മാരും തമ്മിൽ എന്ത് എന്നുള്ളതിന്റെ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ഇവിടെ ADGPയെ സംരക്ഷിക്കുക മാത്രമല്ല, പിണറായി വിജയൻ സ്വന്തം മകളെയും അവനവനെ തന്നെയും കാരാഗ്രഹത്തിൽ പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ADGPയെ ദൂതിനയച്ചതാണ്. അതുകൊണ്ടാണ് ADGPയെ തള്ളി പറയാൻ പറ്റാത്തത്. ഇവിടെ ADGPയെ സസ്പെൻഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ അല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ പോർട്ട്ഫോളിയോ, ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണത്തെ നേരിടാൻ എന്തുകൊണ്ടാണ് പിണറായി വിജയന് സാധിക്കാത്തത്? ഇവിടെ IPS ഉദ്യോഗസ്ഥരെ KSRTCയുടെ വരെ MD ആക്കി വെച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ADGPയെ ഇത്രത്തോളം ആക്ഷേപം കേട്ട ഒരു ADGP പൂരം കലക്കി RSSകാർക്ക് ഒത്താശ ചെയ്തു, ആളെ കൊന്നു, ആളെ കൊല്ലാൻ ഒത്താശ നടത്തി,
സ്വർണം കടത്തി, സ്വർണം പൊട്ടിക്കലിന് നേതൃത്വം കൊടുക്കുന്നു, ഫോൺ ചോർത്തുന്നു എന്നൊക്കെ പ്രതിപക്ഷം പറയുന്നതിനേക്കാൾ അപ്പുറം ഇപ്പോൾ ഭരണപക്ഷത്തെ ഒരു MLA തന്നെ വീണ്ടും 12 ദിവസക്കാലമായിട്ട് പറഞ്ഞിട്ടും ആ ADGPയെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ, ആ പോർട്ട്ഫോളിയോ തുടരാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് സംരക്ഷണമല്ല, മനസാക്ഷി സൂക്ഷിപ്പുകാരനോടുള്ള ആ കരുതൽ എന്നാണ് പറയേണ്ടത്. കോവിഡ് കാലത്ത് കാണിച്ച കരുതലല്ല ഇത് പിണറായി വിജയന്റെ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള കരുതലാണ്. അല്ല ഷാനി, ഇതിപ്പോ RSSകാർക്ക് ഇപ്പൊ അത് പറയും. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ RSS നേതാക്കന്മാരെ കണ്ടത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് രണ്ട് പക്ഷത്തിനും വേണ്ടി വാദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്നു. ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അവരുടെ താല്പര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണലും പരിപാടിയൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കുന്നത് യുവരാജ് ഗോകുലിനോട്, ഈ വിശേഷപ്പെട്ട ആളെന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്ത MR അജിത് കുമാർ വിശേഷപ്പെട്ട ആളാണല്ലോ. അപ്പൊ വിശേഷപ്പെടണമെങ്കിൽ അതിനു മുമ്പും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളുമായിട്ട് എതിർത്ത് നിൽക്കുക, ആശയപരമായോ അല്ലാതെയോ നിങ്ങളുമായിട്ട് എതിർത്ത് നിൽക്കുന്ന നിലപാടെടുത്ത ഒരാൾ നിങ്ങൾക്ക് ഒരിക്കലും വിശേഷപ്പെട്ട ആളാകാൻ സാധ്യതയില്ല. അത് തന്നെയാണ് കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ട് പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിൽ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ RSSന് അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന്. അതിൽ ഒന്നാമത്തെ കാര്യം. 2, നിങ്ങളോട് നേരിട്ടുള്ള ഒരു ചോദ്യം. ഈ RSS നേതാക്കന്മാരെ ADGP കണ്ടത് തെറ്റല്ല എന്ന് വാദിക്കുന്ന നിങ്ങൾ, ഇതേ ADGP ജമാഅത്തെ ഇസ്ലാമിയുടെയോ PDPയുടെയോ SDPIയുടെയോ പോപ്പുലർ ഫ്രണ്ടിന്റെയോ മറ്റേതെങ്കിലും ഇത്തരത്തിലുള്ള സംഘടനകളുടെ നേതാക്കന്മാരെ കണ്ടാൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? അതിന് ഉത്തരം നിങ്ങൾ പറയേണ്ടതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ സാംസ്കാരിക സംഘടനയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായി 2 പ്രാവശ്യം നിരോധിക്കപ്പെട്ടത്, ഒന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും 2 ഗാന്ധി വധത്തിന്റെ പേരിലുമാണ്. ഇതാണ് നിങ്ങൾ നടത്തിയ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾ ഓർത്തെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സാംസ്കാരിക പ്രവർത്തനങ്ങൾ. മറ്റു പലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ LDFന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ള, കുറ്റാരോപിതരെ മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നു. മുൻകാലങ്ങളിൽ LDFന്റെ അല്ലെങ്കിൽ CPMന്റെ നിലപാട് ഇതായിരുന്നോ? ആരോപണം വരുമ്പോൾ തന്നെ മാറി നിൽക്കണം, രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് സമരം ചെയ്ത ചരിത്രം നിങ്ങൾക്കുണ്ട്. അത്തരം സമരങ്ങളുടെ പേരിൽ നിങ്ങൾ കോൾമേർ കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. അപ്പോൾ നിങ്ങൾ കുറ്റാരോപിതർ മാറി നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുന്നുണ്ട്. ഇപ്പോ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണ്ടേ? RSS നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് നമ്മുടെ ചർച്ച ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഷാൻ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് EP ജയരാജനെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ്? LDF കൺവീനർ സ്ഥാനത്തുനിന്ന് RS നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് കണ്ടതുകൊണ്ടാണ്. ഇത് RSS നേതാക്കന്മാരെ അങ്ങോട്ട് പോയി കണ്ടാൽ ചുമന്ന കൊടി കൊണ്ട് രക്തഹാരം അണിയിച്ച് ചുമന്ന കൊടി പുതപ്പിച്ച് സംരക്ഷിക്കുമെന്നാണ് ADGP MR അജിത് കുമാറിന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത് പിണറായി വിജയനോ അല്ലെങ്കിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളോ നയപരിപാടികളോ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. AKG സെൻട്രലിൽ നിന്നല്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത്, നാഗ്പൂരിൽ നിന്നോ മാരാർജി ഭവനിൽ നിന്നോ ആണ്. ഇത് ചെങ്കോടിയിൽ ചാണകം പൊതിഞ്ഞെടുത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിക്കേണ്ടത് വരുന്നത്. പിണറായി വിജയന് വേണ്ടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ RSS നേതാക്കന്മാരെ കണ്ടത് എന്തിന്റെ പേരിലാണെന്ന് ചോദിക്കുമ്പോൾ നാളിതുവരെ അതിനെക്കുറിച്ച് മിണ്ടാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ, അത് പരമാവധി നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തന്നെ കുറിച്ച് ഒരു കാരണവശാലും ADGP മിണ്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ കാത്തിരിക്കുന്നത്.